കുക്കിംഗ് ഒരു കൊലയാണ് കലയാണ്. ഞാൻ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഞാനിവിടെ പല സാധനങ്ങളും കൊന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല അല്ലേ? അതായത് പല റെസിപ്പീസും ഞാൻ തലയും കുത്തിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ പുട്ടും നല്ല തേങ്ങ അരച്ച കടലക്കറി. രാവിലെ തന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ടെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അനിയത്തി നല്ല കുറച്ച് തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പുട്ടും നല്ല തേങ്ങ അരച്ച കടലക്കറി ആവട്ടെ എന്ന് വിചാരിച്ചു. ഒരു ധാരണയില്ലാണ്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ തേങ്ങ അരയ്ക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടോ. പിന്നെ ഞാൻ ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് തേങ്ങ അരയ്ക്കേണ്ട പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരുള്ളൂ കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് കുറച്ച് കറിയേ ഉള്ളൂ. ഇത്തിരി തേങ്ങ, അതിനകത്ത് ഇത്തിരി ഉപ്പ്, കുറച്ച് മസാല, പിന്നെ ഷെൽഫ് തുറന്നപ്പോൾ എനിക്കിതിരി ജീരകവും കിട്ടി. എന്ത് ജീരകമാ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ഉണ്ടായിരുന്നത് കുറച്ച് എൻ്റെ കയ്യിലൊരു കണക്കെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഞാൻ ഭയങ്കര ഷെഫൊന്നും അല്ലല്ലോ, എനിക്ക് കൈ കണക്ക് തന്നെ കേട്ടോ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അടിപൊളിയാകുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടില്ലേ? അങ്ങനത്തെ ഒരു ഫുഡായിരുന്നു കേട്ടോ ഇന്നത്തത്. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ബേസിക് സ്കില്ല് മാത്രമാണ്. എല്ലാവരും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.